അപ്പോൾ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സൈക്കോ YT10. അപ്പോൾ ഗൈസ് ഇന്ന് ഒക്ടോബർ 3 ആണ്. ഒക്ടോബർ 3 ഇന്ന് അപ്പൂസിൻ്റെ ബർത്ത്ഡേ ആണ്, 10th ബർത്ത്ഡേ ആണ്. ഓക്കെ, അവന് 10 വയസ്സ് തികയാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഡ്യൂട്ടിയിലായിരുന്നു, അതുകൊണ്ട് കേക്ക് കട്ട് ചെയ്യാനായിട്ട് രാവിലെ കേക്ക് കട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഞാൻ ഡ്യൂട്ടിയിലൊരു 2 hour പെർമിഷൻ വാങ്ങിച്ച്, അപ്പം എന്താ പറയുക, ഇന്ന് വലിയ തിരക്കില്ലാത്തതുകൊണ്ട് 2 hour പെർമിഷൻ കിട്ടി. അങ്ങനെ ഞാൻ പെർമിഷൻ എടുത്തിട്ട് ഒരു കേക്കൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്, കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അപ്പൂസിനൊന്നും അറിയില്ല ഞാൻ വരുമെന്നുള്ള കാര്യം. എനിവേ ഇപ്പോൾ വൈകിട്ട് ഇവിടെ സമയം ഏകദേശം 5:45 കേട്ടോ, 5:45. അപ്പോൾ ഇന്ന് എന്നാൽ കേക്ക് മുറിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് അവന് എക്സാം ഉണ്ടായിരുന്നു, അതുകൊണ്ട് രാവിലെ കേക്ക് കട്ടിങ് നടന്നില്ല. ഇന്നലെ രാത്രിയിൽ 12 o'clock കഴിഞ്ഞിട്ട് കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചെന്ന് പറഞ്ഞാലും കട്ട് ചെയ്തിട്ട് പിന്നെ കിടന്നുറങ്ങി. എഴുന്നേക്കാനായിട്ട് രാവിലെ 6 മണിയാകുമ്പോൾ അവനെ എഴുന്നേക്കണം. അപ്പോൾ അത് ഒത്തിരി ബുദ്ധിമുട്ടാവും. ഇന്ന് എക്സാമും കൂടെ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് ഞാൻ വിചാരിച്ചെന്നാൽ വൈകിട്ട് ഇന്ന് പെർമിഷൻ കിട്ടുവാണെന്നുണ്ടെങ്കിൽ കേക്ക് വാങ്ങിച്ചുകൊണ്ടൊന്ന് കട്ട് ചെയ്യാമെന്ന് ഉള്ള പ്ലാൻ ആയിരുന്നു എൻ്റെ. അപ്പോൾ ഇത് ഇവർക്കാർക്കും അറിയില്ല കേട്ടോ, പിള്ളേർക്കും അറിയില്ല, ആശാമിക്കും അറിയില്ല. എന്താണെങ്കിലും നമ്മുടെ കേക്കുമായിട്ട് നമുക്ക് കയറി ചെല്ലാം. എന്താവും റിയാക്ഷൻ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൂസ് ബാത്റൂമിൽ കേട്ടോ, ബാത്റൂമിൽ അവൻ അറിയത്തില്ല ഞാൻ വന്നു എന്നുള്ളത്. ഓക്കെ, റിയാക്ഷൻ നോക്കാം. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. സ്വന്തമായിട്ട് കൈ കൊട്ടിക്കൊണ്ട് വരുന്നു നിർവികാരനായിട്ട്. ഒരു എക്സ്പ്രഷനും ഇല്ല കൈസ്, ഒരു എക്സ്പ്രഷനും ഇല്ല ഇപ്പൂസിന്. ഇപ്പൂസല്ല അപ്പൂസിന് കേട്ടോ. അപ്പൂസ് ഡാഡി വന്നത് കൊട്ടുന്ന സൗണ്ട് കേട്ടു. ആരും ഇതില്ല, അമ്മ പറഞ്ഞില്ല. അപ്പോൾ തോന്നി ഡാഡിയാന്ന് തോന്നി നിനക്ക്. അങ്ങനെ കൊട്ടിയാലും അമ്മ സൗണ്ട് ഇല്ലാതെ നിക്കോ? നമ്മളെക്കാളും വളരെ വിത്താണല്ലോ. ഡാഡി കേക്ക് വാങ്ങിച്ചോണ്ട് വന്നാ. കേക്ക് മുറിച്ചില്ലല്ലോ. ഡാഡി അപ്പൊ നാളെ പോവല്ലോ. എന്തോ ഇന്ന് ഡ്യൂട്ടിക്ക് പോണം. ഡാഡി പെർമിഷൻ എടുത്ത് വന്നാ അത്ര നേരം കുറച്ച് നേരത്തേക്ക് 7 മണിയാകുമ്പോൾ ഡാഡിക്ക് തിരിച്ച് വലിച്ചല്ലോ. 7 മണിയാകുമ്പോഴത്തേക്ക് പോകണം. അവിടെ എല്ലാവർക്കും ഫുഡ് വാങ്ങിച്ചോണ്ട് ചെല്ലാം. നിന്നെ പറ്റിക്കാൻ, അല്ലെങ്കിൽ നിന്റെ എക്സ്പ്രഷൻ കാണാൻ വേണ്ടിട്ടല്ലേ, ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിട്ടല്ലായിരുന്നോ. ഹലോ ഇപ്പൂസ് ഗൈസ്, ഇപ്പൂസ് എത്തി, ഫ്രീക്കറ്റ് ഇപ്പൂസ്. അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ അപ്പൂസിന്റെ കേക്ക് കേട്ടോ, റെഡ് വെൽവെറ്റ്. അപ്പൊ ഞാൻ നമ്മൾ ക്യാൻഡിലൊക്കെ കുത്തിയിട്ട് കത്തിച്ച് കട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഞാൻ ഇത് കത്തിക്കട്ടെ കെടുത്തത് കേട്ടോ. ഇപ്പൊ കത്തിയിട്ടുണ്ട്. നിങ്ങള് അപ്പൊ ഗൈസ് അപ്പൂസും കൂടെ കേക്ക് കട്ട് ചെയ്യാം കേട്ടോ. അപ്പൂസിന്റെ ബർത്ത്ഡേക്ക് ഇപ്പൂസും കൂടെ ആണ് കേക്ക് കട്ട് ചെയ്യുന്നത് കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ അപ്പു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഗിൽഡാമയും കിച്ചൂസും ആണ് കേട്ടോ. ഇപ്പൊന്നും ഒന്നുകൂടെ കൊടുക്കണം. അവനത് മൊത്തം അത് കെട്ടിയില്ല. അപ്പൊ ഗൈസ് അങ്ങനെ നമ്മുടെ അപ്പൂസിന്റെ കേക്ക് ഒക്കെ കട്ടിങ് കണ്ടല്ലോ. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്ന വരെ എല്ലാവർക്കും ബൈ.